എന്നും ചപ്പാത്തി ഉണ്ടാക്കാതെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ ഇത് ചെയ്ത് കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നത് പോലെ വലുപ്പത്തിലുള്ള ഉരുള എടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിനൊന്ന് റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതെടുത്തിട്ട് നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മസാല ഫ്ലേവർ ഉണ്ടാവും നമ്മളിത് ചുട്ട് കഴിയുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല വെളുത്തുള്ളി കുറച്ച് അധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ആദ്യം ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്യാം. നടുക്ക് കട്ട് ചെയ്യരുത്, നടുക്ക് വരെ മാത്രം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലാതെ സെപ്പറേറ്റ് ആയി പോരുത്. എന്നിട്ട് പിന്നെ ഇതുപോലെ കട്ട് ചെയ്തതിൻ്റെ നടുക്ക് ഒന്നും കൂടെ കട്ട് ചെയ്യുക. ഒരു ഭാഗം മാത്രം ഞാൻ നടുക്കുന്ന കട്ട് ചെയ്യുന്നില്ല കേട്ടോ, അത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. അപ്പോൾ എല്ലാ പീസും നമുക്ക് ഇനി ഇതൊന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ എല്ലാം മടക്കിയിട്ട് ഈ ഭാഗം ഞാൻ നടുക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ പൊതിഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ടെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ മസാല നിൽക്കും. ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് റൗണ്ടാക്കി എടുക്കാം. മസാല കുറച്ച് പുറത്തേക്ക് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, പരത്തുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഇത് വീണ്ടും ഒന്ന് റൗണ്ടാക്കി പരത്തിയെടുക്കാം. പൊടി കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടൊന്ന് ഇതുപോലെ പരത്തി കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ മസാല പുറത്തൊക്കെ കാണുന്നുണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കാതെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ പൊടി ജസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശ തവ എന്തായാലും എടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇത്തിരി ഒന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് എടുക്കുന്നതിൻ്റെ അളവൊക്കെ ഓരോരുത്തർ കഴിക്കുന്നതിനനുസരിച്ച് എടുക്കാം. നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ എടുക്കണ്ട, കൂടുതൽ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നെയ്യ് നമ്മളിങ്ങനെ ചേർക്കുന്ന സമയത്ത് നല്ല സ്മെല്ലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കട്ടൻ ചായ മതി ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നമ്മൾ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് കുറച്ചൊന്ന് മേൽഭാഗമൊക്കെ ഇങ്ങനെ ക്രിസ്പി ആയിട്ടായിരിക്കുക. അപ്പോൾ ചുമ്മാ ഇങ്ങനെ കടിച്ച് മുടിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് സോഫ്റ്റ് ആവും. അപ്പോൾ അതേ ക്രിസ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. താങ്ക്